എസിക്ക് പലപല മോഡലാണ് ഈ പവറിൻ്റെ ഭാഗം. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ പവർ ബോർഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പവർ ഓൺ ആക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ കാണാൻ ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയൊരു വീഡിയോയ്ക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗൾഫിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാം, തണുപ്പെല്ലാം കഴിഞ്ഞ് മാറി വരികയാണ്, മാറി ചൂടിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ തണുപ്പായ സമയത്ത് നമ്മൾ എ സി ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിനൊക്കെ തന്നെ ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിനുശേഷം ചൂട് വരുന്ന സമയത്ത് നമ്മൾ ചൂട് സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അത് വർക്ക് ആവാതെ വരും. എ സി ചിലപ്പം ആ ഫാൻ മോട്ടർ വർക്ക് ആവത്തില്ല, ചിലപ്പോൾ അതിൻ്റെ കംപ്രസർ വർക്ക് ആവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൻ ആളാക്കിയിടാനും മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം വരെ കണ്ട് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു ലൈക്ക് തന്നെ കാണാൻ ശ്രമിക്കുക. അതിനൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ വലിയ നിർദ്ദേശങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ നീട്ടുന്നില്ല, നമ്മൾ നേരെ വീഡിയോയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന നമ്മൾ എ സി, ഇപ്പോൾ നമ്മളത് എ സി പവർ കൊടുത്തിട്ട് ഓണാക്കി നോക്കാൻ പോവുകയാണ്. ഇതിൽ കസ്റ്റമർ പറഞ്ഞേക്കണം ഫാൻ വർക്ക് ആവുന്നില്ല എന്നാണ്, കംപ്രസറിൻ്റെ എരപ്പ് വരുന്നുണ്ട്, ഫാൻ വർക്ക് ആവില്ലെന്നാണ് കസ്റ്റമർ പറഞ്ഞേക്കണം. ഇപ്പോൾ നമ്മൾ പവർ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, ഇതിൻ്റെ ഫാൻ വർക്ക് ആവുന്നില്ല, കംപ്രസർ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ ഫാൻ വർക്ക് ആവുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇതിൻ്റെ പവർ ബോർഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം നോക്കാം. അപ്പോൾ പല എ സിക്ക് പല മോഡലാണ് ഈ പവറിൻ്റെ ഭാഗം നമ്മൾ ഇളക്കുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രൂ അഴിച്ചെടുത്ത് ഇത് കണക്ക് പുറത്തെടുത്താൽ മതി. എൽ ജിക്കാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്, എൽ ജി ആണ് ഇത് കണക്ക് ഇളക്കിയെടുക്കുന്നത്. അല്ല വേറെ വല്ല മോഡലിൽ നിങ്ങൾ ആ നോക്കിയത് എവിടെയൊക്കെ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ അഴിച്ചതിന് ശേഷം നിങ്ങൾ ഇളക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തിരിച്ച് വിറ്റുണ്ടെങ്കിൽ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഒരു ഫോട്ടോയും കൂടെ എടുത്ത് ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കഴിയുമ്പോൾ ആ ഫോട്ടോ നോക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ഇപ്പോൾ അതിൻ്റെ കപ്പാസിറ്ററാണ് മാറ്റാൻ പോകുന്നത്. നിങ്ങളിവിടെ കാണാം, ഇതാണ് എൻ്റെ കപ്പാസിറ്റർ. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റർ മാറ്റിയിട്ട് നമ്മൾ വേറെ കപ്പാസിറ്റർ വയ്ക്കാൻ പോകുന്നത്. നോർമലായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എ സിയിൽ കപ്പാസിറ്റർ ആയിരിക്കും കൂടുതലും പോകാൻ ചാൻസ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കപ്പാസിറ്റർ നോക്കിയാൽ മതി. അപ്പോൾ അതിനുശേഷം ഞാൻ പഴയ വയറെല്ലാം ഇളക്കിയിട്ട് അതിൻ്റെ പഴയ കപ്പാസിറ്ററിൻ്റെ വയറെല്ലാം ഇളക്കി പുതിയ കപ്പാസിറ്ററിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മൈക്രോഫാൻ എന്ന് പറയുമ്പോൾ 60/6 ആണ്. 6 നമ്മളെ ഫാൻ മോട്ടറിൻ്റെയും 60 നമ്മളെ കംപ്രസറിൻ്റെയാണ്. അപ്പോൾ ആ സെയിം തന്നെ നമ്മളെടുത്ത് ഇവിടെ മാറുന്നുണ്ട്. നിങ്ങളിവിടെ കാണാം, നിങ്ങൾ ആ അപ്പുറത്തെ കപ്പാസിറ്ററിന് എങ്ങനെ ഇളക്കുന്ന വയർ, അതിൽ ആ ഇളക്കുന്ന വയറെല്ലാം അതേ കണക്ക് തന്നെ ഇപ്പുറത്തേൽ കണക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അതേ കണക്ക് തന്നെ കണക്ട് ചെയ്താൽ അതിൽ എഴുതിയിട്ടുണ്ട്, കംപ്രസറിൻ്റെ ഭാഗത്ത് കംപ്രസറിനും ഫാനിൻ്റെ ഫാനിനും കോമണിൻ്റെ ഭാഗത്ത് കോമൺ എന്നുള്ളത് അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേ കണക്ക് നിങ്ങൾ കൊടുത്താൽ മതി. അതിൽ വേറെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പോൾ കംപ്രസറിൻ്റെ വയർ കൊടുത്തിട്ടുണ്ട്, യെല്ലോ വയർ ഫാൻ്റെ വയറാണ്. അപ്പോൾ കപ്പാസിറ്റർ തന്നെ എഴുതി അത് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. അതേ കണക്ക് നിങ്ങൾ മറ്റേ ഇളക്കി അതേ കണക്ക് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഇളക്കാൻ പോകുന്നത് ഇളക്കി കൊടുക്കുന്നത് അതിൻ്റെ മെയിൻ്റെ വയറാണ്. അപ്പോൾ ആ മെയിൻ്റെ വയറും ഇപ്പോൾ ഇളക്കി ഞാൻ കൊടുക്കുകയാണ്, നിങ്ങളിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ മെയിൻ്റെ വയറും നമ്മളിപ്പോൾ ഇളക്കി ഇവിടെ മെയിൻ്റെ വയറും ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് അതേ കണക്കിന് അതിൻ്റെ ക്ലിപ്പിൽ വെച്ചിട്ട് എങ്ങും ഷോർട്ട് ആവാതെ അതിൻ്റെ ഇലക്ട്രിക് കവറൊക്കെ അടയ്ക്കുമ്പം എങ്ങും ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി കറക്റ്റ് നമ്മൾ ആ ക്ലിപ്പിൽ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതേ സെയിം അല്ല, ഇതിൻ്റെ കുറച്ചുകൂടെ വണ്ണമുള്ളതാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് ഈ ക്ലിപ്പ് ഇടാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ നമ്മൾ കപ്പാസിറ്റി കൊടുക്കുന്ന വയറിങ്ങിൻ്റെ അവിടെ നിങ്ങൾ നല്ല രീതിയിൽ ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചതിന് ശേഷം കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി, ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം ഞാൻ ഇവിടെ നമ്മളിവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഇവിടെ അത് കറക്റ്റ് ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ അത് അടയ്ക്കാൻ പോവുകയാണ്. കറക്റ്റ് തന്നെ അത് നമ്മൾ അടച്ചെടുക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 വയർ, അതിൻ്റെ ഫാനിൻ്റെ കണക്റ്റും അതിനൊക്കെ തന്നെ കംപ്രസറിൻ്റെ കണക്റ്റുമാണ് അത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ വയറായ കണെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ എങ്ങനെ ഇളക്കിയെടുത്താൽ അത് കണക്ക് അതിൻ്റെ സ്ക്രൂ എല്ലാം തിരിച്ചിട്ട് അടച്ചു വയ്ക്കണം. ഞാൻ ഇപ്പോൾ അതിൻ്റെ പവർ ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ കണക്ക് തിരിച്ചത് അതിലോട്ട് കയറ്റിയിട്ടാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് നിങ്ങളെ എ സിയിലും ഏത് മോഡലാണ് അതേ കണക്ക് നിങ്ങൾ എങ്ങനെ ഇളക്കിയെടുക്കണം അതേ കണക്ക് നിങ്ങൾ തിരിച്ചിട്ടാൽ മതി. ആ ഇടുന്ന സമയത്ത് ആ ഫാനിൻ്റെ ആ ലീഫിലൊക്കെ കറക്റ്റ് എൻ്റെ ക്ലിപ്പ് കയറിയിരിക്കണം, അത് നോക്കി തന്നെ നിങ്ങൾ തിരിച്ചിട്ടാൽ മതി. ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഫാനിൻ്റെയും മെയിൻ ലൈനിൻ്റെ കണക്റ്റും അതിനൊക്കെ കംപ്രസറിൻ്റെ മെയിൻ ലൈനിൻ്റെ കണക്റ്റും ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പവറെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മളിപ്പോൾ പവർ കൊടുക്കുകയാണ്, കംപ്രസറിൻ്റെയും ഫാനിൻ്റെയും പവർ കൊടുക്കുകയാണ്, അതിൻ്റെ കണക്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പവർ ബോക്സൊക്കെ നമ്മളിവിടെ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അതേ കണക്ക് തന്നെ നമ്മൾ ഞാൻ നോബ് ഇട്ടിട്ട് നമ്മൾ കംപ്രസറിലിട്ട് അവിടെ പവർ ഓൺ ആക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ പവർ ഓൺ ആക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഫാൻ മോട്ടർ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ കപ്പാസിറ്റർ പോയതായിരുന്നു, ആ പോർട്ട് പോയതായിരുന്നു കംപ്ലയിൻറ്റ്, അത് മാറിയപ്പോൾ അത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊക്കെ റൂമിലൊക്കെ അർജൻറ്റ് ഇപ്പോൾ ചൂട് കൂടിയ സമയത്ത് കുറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ കംപ്രസർ വർക്കാവില്ല അല്ലെങ്കിൽ ഫാൻ വർക്കാവില്ല, നിങ്ങൾ ആദ്യം നോക്കാനുള്ള ഇതിനൊക്കെ അതിൻ്റെ കപ്പാസിറ്റർ കംപ്ലയിൻ്റ് ഉണ്ടാകാൻ നോക്കാനുള്ളത്. അതിനുശേഷം നിങ്ങൾ നോക്കാനുള്ള കംപ്രസറിൻ്റെ ഉയരാണ് കട്ടിത്തിരിപ്പുണ്ടാകുന്ന കംപ്രസറിൻ്റെ ഇളക്കി നോക്കണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എൻ്റെ ചാനലിൽ പോയി പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ എ സിയുടെ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഇൻഡോ എ സിയോ വിൻഡോ എ സി സ്പ്ലിറ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് ആ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. എല്ലാ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പൈപ്പൊക്കെ നല്ല രീതിക്ക് ചില്ല് കണക്ക് തണുക്കുന്നുണ്ട്. അത് കറക്റ്റ് ഇതിപ്പം
ഒരു 18 വർഷമായ ഒരു എ സി ആണ്. എൽ ജിയിൽ 18 വർഷമായ ഒരു എ സി ആണ്. ഇതിപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഇത് വർക്കാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകാരെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊക്കെ നിങ്ങളെ വലിയ ദൃശ്യങ്ങളെ അറിയിക്കുക. അതിനൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകരുത്. നിങ്ങൾ ലൈക്ക് ചെയ്തതിനെ കാണുക. അപ്പോൾ നല്ലൊരു വർക്കുമായി നമുക്ക് അടുത്ത